ആയിരത്തോളം ഉദ്യോഗാർത്ഥികൾക്കായി തൊഴിൽമേള സംഘടിപ്പിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് കോട്ടയത്തെ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത്. തൊഴിൽമേളയ്ക്ക് പുറമെ ആരോഗ്യ കേന്ദ്രങ്ങളെ സോളാർ പദ്ധതിയും തെങ്ങ് വിത്ത് വിതരണവും ഒക്കെ പഞ്ചായത്ത് വളരെ വിജയകരമായി പൂർത്തീകരിച്ച് കഴിഞ്ഞു. ആരോഗ്യ കേന്ദ്രങ്ങളിൽ രാത്രികാല രോഗി പരിചരണത്തിന് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടുത്ത പരിപാടി. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ തൊഴിൽരഹിതരായ ചെറുപ്പക്കാർ വർദ്ധിച്ചതോടെയാണ് തൊഴിൽമേള എന്ന ആശയം പഞ്ചായത്ത് ഭാരവാഹികൾക്ക് തോന്നിയത്. രജിസ്ട്രേഷൻ തുടങ്ങിയത് മുതൽ വലിയ പിന്തുണ ലഭിച്ചു. 1000-ഓളം യുവതീ യുവാക്കൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതോടെ ഭാരവാഹികൾ പരിപാടിയുമായി മുന്നോട്ട് പോയി. ഒടുവിൽ കോട്ടയം ബസേലിയസ് കോളേജിൽ പരിപാടി സംഘടിപ്പിച്ചു. വലിയ പിന്തുണ ലഭിച്ചു എന്ന് മാത്രമല്ല, പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും തൊഴിൽ ലഭിച്ചു. ഇപ്പോൾ ഒരു 39ഓളം കമ്പനികൾ ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഒരു 800,000 തൊഴിൽ കൊടുക്കാൻ കഴിയും എന്ന് അതിനുള്ള ഓഫറുണ്ട്. ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ആളുകളെ അവർ സെലക്ട് ചെയ്യും. വിജയപ്രദമായി നടക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. തൊഴിൽമേള പരീക്ഷണമായിരുന്നെങ്കിലും തുടർന്ന് അങ്ങോട്ടും അത് തുടരാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. സോളാർ പദ്ധതിയും അതിനൊപ്പം വീടുകളിൽ തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതും പഞ്ചായത്തിന്റെ വികസന പദ്ധതിയുടെ ഭാഗമാണ്. പഞ്ചായത്തിന് കീഴിലെ ആയിരക്കണക്കിന് വീടുകളിലാണ് തെങ്ങിൻ തൈകൾ എത്തിച്ചത്. തേങ്ങ ഉൽപാദനം വർദ്ധിപ്പിക്കൽ മാത്രമല്ല, 7000 തൊഴിലവസരങ്ങൾ ഇപ്പോൾ NREG തൊഴിലാളികളെ സംബന്ധിച്ചും തൊഴിൽ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. കേന്ദ്ര സർക്കാർ പണികളിൽ ഒത്തിരി നിഷ്കർഷകൾ വെച്ചു. അപ്പോൾ ഞങ്ങളാൽ കഴിവത് 7000 തൊഴിൽ കൊടുക്കാൻ പറ്റിയെന്നുള്ളതൊരു വലിയ പരിപാടിയാണ്. രാത്രികാല രോഗീ പരിചരണം പല ആശുപത്രികളിലും പ്രതിസന്ധിയിലാണ്. പകൽ സമയം ഡോക്ടർ ഉണ്ടെങ്കിലും രാത്രികളിൽ ഉണ്ടാകാറില്ല. ഇത് പരിഹരിക്കാനുള്ള ശ്രമവും പഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഈ മുഖ്യമായും 6 ആരോഗ്യ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾക്ക് വലിയ തോതിൽ പണം കൊടുക്കുന്നു. ഞങ്ങളുടെ ഒരു ആഗ്രഹം, ആ ആശുപത്രിയിൽ എങ്ങും മരുന്നോ ലാബ് പരിശോധനയോ മുടക്കം വരരുത്. തൊഴിൽമേള വിജയിച്ചതോടെ അത് മാതൃകയാക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള പദ്ധതിയും ഭരണസമിതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ന്യൂസ് മലയാളം, കോട്ടയം.